ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത്. അങ്ങനെ ദേവിയാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു ടെൻഷനാണ് കേട്ടോ എല്ലാ ദിവസവും. കാരണം എന്നാണ് തന്റെ കള്ളത്തരം പിടിക്കണേന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ദേവി ഒരുപാട് പഠിച്ചിട്ടുണ്ട്, കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ദേവിക്ക് ഒരു ജോലി വേണമെന്ന് ആഗ്രഹം ഉണ്ടോന്ന് ബാലനോട് പറയുമ്പോഴേക്കും ബാലൻ പറയണ്ട്, ദേവി മോൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഈ ബാലച്ചനില്ലേ, ബാലച്ചൻ നല്ലൊരു സ്ഥലത്തിന് മോള് ജോലിക്കാക്കും. ഇവിടെ മീനാക്ഷി കളക്ടറേറ്റിലല്ലേ ജോലിക്ക് പോണത്, അത് നല്ല അന്തസ്സുള്ള ജോലിയാണ്. അതുപോലെ തന്നെ മോളും നല്ല അന്തസ്സുള്ള ജോലിക്ക് തന്നെ പോകും. ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്നൊക്കെ ബാലൻ പറയുന്നുണ്ട്. ശേഷം ബാലൻ ദേവിക്ക് വേണ്ടി ജോലി അന്വേഷിക്കാട്ടോ. അങ്ങനെ ബാലന്റെ വകയിൽ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു സ്കൂൾ ഇങ്ങനെ നടത്തുന്നുണ്ട്. UKG LKG PreKG ഇങ്ങനത്തെ ഒരു സ്കൂൾ നടത്തുവാണ്. അപ്പൊ അവിടുത്തെ ഒരു UKG സ്റ്റുഡൻസിനെ വേണ്ടിയിട്ട് ഒരു ക്ലാസ് ടീച്ചറെ ആവശ്യമുണ്ടെന്ന് പറയാണ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ടീച്ചറെ. ബാലൻ പറയും, അന്ന് എന്റെ മരുമകൾ എടുക്കാം, അവള് നന്നായിട്ട് ഇംഗ്ലീഷ് പറയും, പിന്നെ നന്നായിട്ട് വിദ്യാഭ്യാസവും പഠിപ്പും വിവരം ഒക്കെ ഉള്ള പെൺകുട്ടിയാണ്. എന്താ അച്ചടക്കമെന്നറിയാവോ, അവള് പഠിപ്പിച്ച പിള്ളേരെല്ലാം അവളെ പോലെ ആകും. മൂത്തവരെ എങ്ങനെ ബഹുമാനിക്കാം, എങ്ങനെയൊക്കെ സംസാരിക്കാം, എല്ലാം എന്റെ മരുമകളെ കണ്ടു പഠിക്കണം. എന്റെ മരുമകളായിട്ട് പറഞ്ഞല്ലോ കേട്ടോ, അത്രക്ക് സ്വഭാവ സവിശേഷതകളുള്ള പെൺകുട്ടി അവള്. ഈ കാലത്ത് അങ്ങനത്തെ ഒരു പെൺകുട്ടിയെ കണ്ടാ കിട്ടില്ല, കണി കാണാൻ പോലും കിട്ടില്ല എന്നൊക്കെ പറയാണ്. ഓഹോ, ബാലൻ പറഞ്ഞ എനിക്ക് വിശ്വാസമാണ്, നാളെ തന്നെ ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് വരാൻ പറയൂ എന്ന് അവിടുത്തെ ഹെഡ് മിസ്റ്റർ പറയാണ്. അങ്ങനെ ബാലൻ അന്ന് ആ ദിവസമാണ് നമ്മുടെ ദേവിയുടെ പിറന്നാൾ കേട്ടോ. അപ്പൊ ദേവിയുടെ പിറന്നാൾ വലിയ കേക്ക് ഒക്കെ മേടിച്ചിട്ട് കട്ട് ചെയ്ത് ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ചെറിയ ചെറിയ ഗിഫ്റ്റ് ഒക്കെ ദേവിക്ക് കൊടുക്കുന്നുണ്ട്. മീനാക്ഷി അതുപോലെ തന്നെ ആര്യൻ എല്ലാവരും ഗിഫ്റ്റ് ആണെങ്കിലും നമ്മുടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദേവി ഭയങ്കര സന്തോഷമായിട്ടിരിക്കുമ്പോ ബാലൻ പറയണ്ട, മോളെ ഞാനൊരു ഗിഫ്റ്റ് മോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റ് എന്ന് പറയണം. ദേവി പറയണ്ട, അതെന്താ ബാലച്ച അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് എന്ന് ചോദിക്കുമ്പോ മോളെ ആഗ്രഹിക്കണത് എന്താ, ഒരു ജോലി അല്ലേ? അതെ, എനിക്കൊരു ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട് ബാലച്ച. എങ്കിൽ മോൾ നാളെ റെഡി ആയിക്കോ, ഇവിടുത്തെ ടീച്ചറായിട്ട് മോൾക്ക് ജോലി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറയാണ്. ടീച്ചറായിട്ടോ? അതെ, ഇവിടുത്തെ PKG LKG UKG ഒക്കെ പഠിപ്പിക്കുന്ന ആ ഒരു കിൻഡർ ഗാർഡൻ സ്കൂൾ മോൾക്ക് അറിയാവോ? അറിയാം. അവിടെ UKG സ്റ്റുഡൻസിനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറാ മോള്. ഞാനോ? പിന്നെ അല്ലാതെ, മോള് തന്നെ. നാളെ തന്നെ സർട്ടിഫിക്കറ്റ് എന്റെ കൂടെ രാവിലെ തന്നെ വരണം കേട്ടോ എന്ന് ബാലൻ പറയാണ്. ശരി ബാലച്ച എന്ന് പറയേണ്ട ദേവിക്ക് അങ്ങനെ ഒരു സമാധാനം കേട്ടോ. അങ്ങനെ +2 സർട്ടിഫിക്കറ്റ്, അത് +2 തോറ്റേട്ടോ ദേവി. അങ്ങനെ +2 സർട്ടിഫിക്കറ്റ് ബാലന്റെ കൂടെ ഒരു ഉളുപ്പില്ലാണ്ട് ദേവി പോകുവാണ്. അങ്ങനെ ബാലൻ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഹെഡ് മിസ്റ്ററിന് ഇതാട്ടോ എന്റെ മരുമകള് ശ്രീദേവി, ദേവി എന്ന് വിളിക്കും. ശ്രീദേവി, അപ്പൊ ഇന്ന് തന്നെ ക്ലാസ് എടുത്ത് തുടങ്ങിക്കോ. ഇന്നോ? ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ, ഇന്ന് ക്ലാസ് എടുക്കണോ? തീർച്ചയായിട്ടും എടുക്കണം. പിള്ളേരൊക്കെ പുതിയ ടീച്ചറിന് പരിചയപ്പെട്ടെ. പിള്ളേരെന്ന് പറയുമ്പോ UKG LKG ഒക്കെ മിസ്സിന് അറിയാലോ, കുറച്ച് കുറുമ്പത്തരം ഉണ്ടാവും, അവരടക്കിരുത്താൻ കുറച്ച് പ്രയാസമാണ് എന്ന് പറയുമ്പോ ബാലൻ വേണ്ട, ഓ അതൊന്നും എന്റെ മോൾ മരുമകൾക്ക് ഒരു പ്രശ്നം ഇല്ലെന്നേ. അവളെ ചെറിയ പിള്ളേർന്നല്ല, കുഞ്ഞു വാവകൾ പോലും അവള് കൈയെടുത്തതിന് കരച്ചില് നിർത്തും, അത്രക്ക് കൈപ്പുണ്യമാണ് എന്ന് പറയണം. എങ്കിൽ ശരി, ബാലൻ പോയിക്കോളൂ, മരുമകൾ എന്നാ ക്ലാസ് എടുക്കട്ടെ. മരുമകളല്ല, മകൾ. എന്നാ മകൾ എന്നാ ക്ലാസ് എടുക്കട്ടെ എന്ന് ഹെഡ് മിസ്റ്റർ പറയാണ്. അങ്ങനെ ഇതാട്ടോ മോളുടെ ക്ലാസ് എന്ന് ഹെഡ് മിസ്റ്റർ പറയണ്ട. ദേവി നോക്കുമ്പോഴേക്കും ഞെട്ടിപ്പോവാണ്. ഒരു 10-12 ചെറിയ ചെറിയ പിള്ളേരുണ്ട്, അവരെല്ലാം കളിക്കുകയാണ്, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്നില്ല. അപ്പൊ പറയണ്ട, ക്ലാസ് തുടങ്ങിക്കൊന്ന് പറഞ്ഞ ഹെഡ് മിസ്റ്റർ അപ്പത്തേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ ദേവി ഇങ്ങനെ പന്തൊക്കെ ഇട്ട് പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട്. പിള്ളേരെ ദേവി പറഞ്ഞത് ഒന്നും ശ്രദ്ധിക്കുന്നില്ല. കുട്ടികളെ ഞാൻ പറഞ്ഞതൊന്ന് കേൾക്കൂ, എല്ലാവരും കസേരയെ വന്നിരിക്കൂ എന്ന് പറയുമ്പോ പിള്ളേരൊക്കെ ബോൾ എടുത്ത് ദേവിയുടെ തലയിലൊക്കെ ഇട്ട് കൊടുക്കാട്ടോ. ദേവിക്ക് അങ്ങ് ദേഷ്യം വരുവാണ്. ശേഷം ദേവി പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. പഠിപ്പിക്കുമ്പോ ദി അപ്പു ബി KLM അങ്ങനെയൊക്കെ ഇംഗ്ലീഷ് അറിയാത്ത പോലെ ഇങ്ങനെ വായിക്കണത്. അത് കാണുമ്പോ ഹെഡ് മിസ്റ്റർ ആകെ ഞെട്ടിപ്പോവാണ്. മാത്രമല്ല പിള്ളേരെ ഒട്ടും അച്ചടക്കില്ലാതെ പഠിപ്പിക്കാൻ ഒട്ടും പറ്റില്ല ദേവിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട്. ദേവി അങ്ങനെ തലക്ക് ഇങ്ങനെ കൈ കൊടുത്തിരിക്കുന്ന സമയത്ത് ഹെഡ് മിസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ശ്രീദേവി, എന്താ പിള്ളേരെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലേ? അങ്ങനെയൊന്നുമില്ല സർ, ആദ്യമായിട്ടല്ലേ? അതെ, ആദ്യമായിട്ടുണ്ട്, ഇങ്ങനെ നാളെ ആകുമ്പോഴേക്കും ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞ ഹെഡ് മിസ്റ്റർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ദേവിക്ക് അങ്ങനെ ശരിക്കും ഒരു ദിവസം കൊണ്ട് തന്നെ മതിയാവും കേട്ടോ. നമ്മുടെ ശരിക്കും പാണ്ഡ്യൻ സ്റ്റോറിൽ ഫസ്റ്റില് നമ്മുടെ അപർണ ജോലിക്ക് പോകുന്നില്ലേ, ആ സെയിം പോലെ തന്നെ തമിഴിൽ അങ്ങനെയല്ല, അപർണ ഒരു ടീച്ചർ ജോലിക്ക് പോകുന്നില്ല, ആ സെയിം സീൻ തന്നെയാണ് തമിഴിലെ പാണ്ഡ്യൻ സ്റ്റോർ 2 എടുത്തേക്കുന്ന ഈ ഒരു സീൻ കേട്ടോ. അതിനുശേഷം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ മിത്രയും മീനാക്ഷിയും കൂടിയിട്ട് ദേവിയുടെ കള്ളത്തരം കണ്ടുപിടിക്കുന്നുണ്ട്. അത് മനഃപൂർവ്വം കണ്ടുപിടിക്കണം, എല്ലാവരും കേൾക്കണതാണ്. ദേവി ഇങ്ങനെ അത് ഒരുപാട് കള്ളത്തരം ഒന്നും കണ്ടുപിടിക്കണില്ല, സ്വർണം മുക്കുബണ്ടാണെന്ന് മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ, ബാക്കി ഒന്നും കണ്ടുപിടിക്കുന്നില്ല. പക്ഷെ ബാക്കി കാര്യങ്ങൾ കണ്ടുപിടിക്കും. നമ്മുടെ ദേവി ഇങ്ങനെ ില്ല ആ വിദ്യാഭ്യാസത്തിൽ എന്നുള്ള കാര്യം കണ്ടുപിടിക്കും. അത് ഗോമതിയാണ് ആ ഒരു സംഭവം കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ദേവി ആണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ആരെയും കാണിക്കാണ്ട് ഇങ്ങനെ ഒളിപ്പിച്ച് ഇങ്ങനെ വെക്കുന്ന സ്വഭാവമാണ്. എന്ത് സാധനങ്ങളും എല്ലാം ഒളിപ്പിച്ച് വെക്കത്തുള്ളൂ ദേവി. അപ്പൊ നമ്മുടെ ഗോമതി അടിച്ചു വാരി തൂത്താൻ വേണ്ടി റൂമിലേക്ക് വരുവാണ്. റൂമിലേക്ക് വരുമ്പോ ആ സമയത്ത് അവിടെ നമ്മുടെ ക്ലാസ്സിലൊക്കെ പോയിട്ട് ബാക്കി സർട്ടിഫിക്കറ്റും അതിന്റെ ഫോട്ടോ കോപ്പിയൊക്കെ ദേവി അവിടെ മേശ പുറത്ത് വെച്ചിട്ടുണ്ടാവും.
ആ സമയത്ത് ഗോമതി ആണെങ്കിൽ പതുക്കെ ആ സർട്ടിഫിക്കറ്റ് ഒന്ന് നോക്കാം, ദേവി മോളുടെ മാർക്കൊക്കെ ഒന്ന് അറിയാലോ, വെറുതെ ഒന്ന് നോക്കാന്ന് വിചാരിച്ചിട്ട് നോക്കുവാണ്. നമ്മുടെ ഗോമതി ഞെട്ടിപ്പോകാണ്. എല്ലാ വിഷയത്തിനും തോറ്റിരിക്കുകയാണ്. ആകെ 2-3 വിഷയത്തിനെ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അത് മാത്രല്ല, ദേവി പഠിക്കാൻ ഭയങ്കര മിടിക്കാന്ന് പറഞ്ഞിട്ടു. ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയില്ല കേട്ടോ ദേവിക്ക്. അത് കാണുന്ന നമ്മുടെ ഗോമതി ശരിക്കും ഞെട്ടിപ്പോവാണ്. ഈ ആര്യന്റെ പോലും പഠിപ്പ് നിർത്തി, ആര്യൻ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും അവൻ പഠിപ്പ് നിർത്തിയിട്ട് ജോലിക്ക് പോവാണ്. ദേവിയാണെങ്കിൽ ഒരു പഠിപ്പില്ലാണ്ട് ബാലനാണെങ്കിൽ തലയെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും ബാലനോട് പറയണം, സത്യങ്ങളൊക്കെ ബാലനോട് പറയണം എന്ന് ഗോമതി തീരുമാനിക്കുകയാണ്. പക്ഷെ ഗോമതി ഇങ്ങനെ ബാലനോട് പറയാൻ പോകുമ്പോഴേക്കും ഗോമതി മനസ്സിൽ വിചാരിക്കും, അല്ല താനിത് പറഞ്ഞാലും ബാലേട്ടൻ വിശ്വസിക്കില്ല. അഥവാ വിശ്വസിച്ച് തന്നെ ഈ വീട്ടിലെ സമാധാനം പോകും. പിന്നെ ആനന്ദിന്റെ ജീവിതം, അവൻ ഒരുപാട് നാള് പെണ്ണ് കണ്ടിട്ടാണ് ഒരു പെൺകുട്ടിനെ ഇഷ്ടമായത്. അവന്റെ ജീവിതവും ആകെ മാറില്ലേ. അതുകൊണ്ട് ഇപ്പൊ പറയണ്ട, സമയവും സന്ദർഭവും ഒക്കെ അനുസരിച്ച് പറയാം എന്ന് ഗോമതി വിചാരിക്കണം. അങ്ങനെ പതിവ് പോലെ ഗോമതി രാവിലെ തന്നെ തന്റെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് സ്വർണ്ണമൊക്കെ ഇട്ട് ശ്രീലതയും അതുപോലെ തന്നെ നമ്മുടെ ശ്രീകലയും അതുപോലെ തന്നെ ഉദയഭാനും കൂടി വരുവാട്ടോ. ഞങ്ങളുടെ മോളെ ടീച്ചറായിട്ട് ജോലി കിട്ടിയല്ലേ, അവൾക്ക് ഒരു സമ്മാനം ഇട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് എന്ന് പറയുമ്പോ ഗോമതിക്ക് ചിരി വരുന്നുണ്ട്, ദേഷ്യവും വരുന്നുണ്ട്. സമ്മാനോ? എന്ത് സമ്മാനമാണ് ഉദയഭാനു സർ? അതോ അവൾക്ക് നല്ലൊരു കാഞ്ചിപുരം പട്ട് സാരി. അവൾ ടീച്ചറായിട്ട് ജോലി എടുക്കല്ലേ, പിന്നെ അവളുടെ പഠിപ്പിനും വിദ്യാഭ്യാസത്തിനൊക്കെ ടീച്ചറൊന്നല്ല, അവൾക്ക് വേണമെങ്കിൽ PSC ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി അവൾ കളക്ടർ ആവും വേണമെങ്കിൽ. അതിനുള്ള പഠിപ്പൊക്കെ നിങ്ങളുടെ മോൾക്ക് ഉണ്ടല്ലോ എന്നത് ഗോമതി കളിയാക്കാണ്. അപ്പോൾ സ്ത്രീകളെ പറഞ്ഞ, അതെന്താ ഗോമതി നീ അങ്ങനെ പറഞ്ഞത്? എന്റെ മോൾക്ക് എന്താ പഠിപ്പും വിവരമൊന്നും ഇല്ലേ? ദേ തള്ളേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ. തള്ളേന്നോ? ഇത്രയും നാള് മേഡം വെച്ചിട്ട് ഇപ്പൊ തള്ളേന്നോ? അതെ തള്ള തന്നെ. നിങ്ങൾ നുണ പറയാൻ നോക്കണ്ട. നിങ്ങളുടെ മോളുടെ ഓരോരോ കള്ളത്തരങ്ങൾ ഞങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. കള്ളത്തരോ? എന്ത് കള്ളത്തരം? നിങ്ങളുടെ മോൾ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? അവള് എംകോമോ അല്ലല്ല ബികോമോ അല്ല +2. അങ്ങനെ വഴിക്കോ +2 ജയിച്ചു. ജയിച്ചു. എത്ര വിഷയത്തിനും ജയിച്ചു? എല്ലാ വിഷയത്തിനും ജയിച്ചു. നോണ പറയുന്നത് നിങ്ങൾ. എന്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഗോമതി ചതിക്കല്ലേ. നോക്ക്, എന്റെ മോൾക്ക് പഠിപ്പും വിവരമൊക്കെ ഉണ്ട്. അവൾക്ക് എക്സാം എഴുതാൻ പോകാൻ പറ്റിയില്ല ആ ദിവസം, അതുകൊണ്ട് തോറ്റുപോയത്. അവൾക്ക് നല്ല പനിയായിരുന്നു. പിന്നെ മോൾക്ക് പനി അയച്ചിട്ട് +2 എക്സാം ഒന്നും മാറ്റി വെക്കൊന്നുമില്ലല്ലോ. അന്ന് അടുത്ത വർഷം എഴുതാൻ പാടില്ലായിരുന്നോ എന്ന് ഗോമതി ചോദിക്കുമ്പോ, എന്റെ ഗോമതി അത് വിട്ടുകളാ, സോറി. അല്ല, എന്റെ മോള് ഇപ്പൊ ടീച്ചറായിട്ട് പഠിപ്പിക്കണമെന്നൊക്കെ അറിഞ്ഞു, അത് കാണാൻ വേണ്ടി വന്നതാണ്. അവളിവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. ആണോ? എങ്കിൽ അവൾ വന്നവരെ ഞങ്ങൾ ഇവിടെ നിൽക്കാം എന്ന് പറയുമ്പോഴേക്കും ഗോമതി സൂക്ഷിച്ചു നോക്കുവാണ്. അല്ല വേണ്ട, നമ്മളിവിടെ സാരി വെച്ചിട്ട് പൊയ്ക്കോളാം എന്ന് പറയാണ്. അങ്ങനെ അവിടെ നിന്ന് പോകാൻ പോഴേക്കും ബാലൻ വരുവാട്ടോ. ഇതാരെ വന്നിരിക്കണു? ഉദയഭാനും അതുപോലെ തന്നെ ശ്രീകലയോ? വാ കേറി വാ. എന്താ ഗോമതി ഇവര് വന്നിട്ട് പുറത്തുനിന്ന് സംസാരിക്കണം, അകത്തേക്ക് കേറി വരാൻ പറയാൻ പാടില്ലേ? അതെ ഞാൻ പറയാൻ നിൽക്കുമായിരുന്നു, ഇവരാ പുറത്തിരുന്ന് നിന്നത്. വാ കേറി വാ എന്ന് പറഞ്ഞ് വിളിക്കാണ്. ഗോമതിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുവാട്ടോ. അങ്ങനെ ദേവിയുടെ കള്ളത്തരം പതുക്കെ പൊളിയുന്നുള്ളൂ കേട്ടോ. ഇപ്പൊ സ്വർണ്ണം ഇല്ല, അതുപോലെ തന്നെ പഠിപ്പ് ഇല്ല എന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ലോക ഫ്രോഡാണെന്ന് അറിഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞാൽ ദേവി അങ്ങനെ ഫ്രോഡത്തരൊന്നും ഒരുപാട് കാണിക്കുന്നില്ല. അച്ഛനും അമ്മയും പറയണത് അങ്ങനത്തെ അതുപടി തന്നെ അനുസരിക്കും. അതാണ് ഈ ദേവിയുടെ കുഴപ്പമെന്ന് പറഞ്ഞത്. ഇപ്പോഴും അങ്ങനെ തന്നെയാട്ടോ. തന്റെ അമ്മ എന്തു പറഞ്ഞ് അതുപോലെ തന്നെ റോബോട്ടിനെ പോലെ അനുസരിക്കുക, അത് മാത്രം ദേവി ചെയ്യണത്. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.